നമ്മളൊരു കാര്യം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ. ഒരു കുഴപ്പമില്ല, ഹാപ്പിയാണ്. ഹലോ, ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നൊരു എന്താ പറയുക, ഒരു നാടൻ പലഹാരവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. കാര്യം ഇത് ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ്. ഈ നാടൻ പലഹാരങ്ങളോട് എല്ലാവർക്കും പ്രിയമാണ്. എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ സാധാരണയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പരിപ്പ് വട, പഴംപൊരി, ഇതൊക്കെ എൻ്റെ ഫേവററ്റാണ്. അതുപോലൊരു ഫേവററ്റാണ് ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കാൻ പോണത്. അതായത് പല സ്ഥലങ്ങളിലും പല പേരിൽ പറയും. ബോണ്ടാന്ന് ചിലർ പറയും, ഉണ്ടാമ്പൊരി എന്ന് പറയും, പഴക്കേക്ക് എന്ന് പറയും. അപ്പോൾ ട്രിവാൻഡ്രം സൈഡിലൊക്കെ പഴക്കേക്ക് എന്ന് പറയാറുണ്ട്. ചില സ്ഥലങ്ങളിലേക്ക് കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ വില്ലേജ് ഏരിയയിലേക്കൊക്കെ പോയി വരുമ്പോൾ നാട്ടുമ്പുറങ്ങളുടെ ആ ഭാഗത്തേക്ക് പോകാൻ ഉണ്ടാമ്പൊരി എന്ന് പറയും. പക്ഷേ ട്രിവാൻഡ്രം കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് പോയാൽ, വടക്കോട്ട് പോയി കഴിഞ്ഞാൽ ഇതിന് പറയുന്നത് ബോണ്ടാന്ന് പറയും. നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ ബോണ്ടാന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ളൊരു ഫില്ലിങ്ങുള്ള മാവിൽ മുക്കി വറുക്കുന്ന ഒരു കാര്യമാണ് ബോണ്ട. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ ഈ മധുരമുള്ള ഈ ഉണ്ടാമ്പൊരിയാണുള്ളത്. അതിന് പറയുന്നത് പഴക്കേക്ക് എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്. എന്തായാലും ഈ ഉണ്ടാമ്പൊരി അഥവാ പഴക്കേക്ക്, അല്ലെങ്കിൽ എന്താ, ഇങ്ങനെ പല പല പേരുണ്ടല്ലോ, ബോണ്ട, ഇതിൽ ഈ ഒരു ഐറ്റമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് എൻ്റെ ഒരു വേർഷൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാനും എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ പറയേണ്ടി വരും, മാജിക് കവറിൽ പണ്ട് കാണിച്ചതാണ്. ഓക്കെ. പിന്നെ ചില ആൾക്കാരാണെങ്കിൽ ചില കടകളിൽ ഇത് കൂടുതലായിട്ടും കൊച്ചു ചായക്കടകളിൽ ഈ കണ്ണാടി കൂട്ടിൽ വെച്ചിരിക്കുന്ന ഒരു പ്രധാന നാടൻ പലഹാരമായിരുന്നു. പിന്നെ ചില്ലുകൂട്ടിലൊക്കെ വെച്ചിട്ട്, പിന്നെ തട്ടുകടകളിലും ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. നല്ല ചൂടായിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ചായയുടെ കൂടെ ആൾക്കാർ ഇങ്ങനെ നിന്ന് കഴിക്കുന്ന കാഴ്ചയും നമ്മുടെ കേരളത്തിൽ വളരെ കോമൺ ആണ്. ചില കടകളിൽ ഇടുന്ന എന്താ വെച്ചാൽ കപ്പലണ്ടി ഇടും ഇതിനകത്ത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കപ്പലണ്ടി കടിക്കാൻ കിട്ടും. ചിലർ അതിനകത്ത് ജീരകം ഇടും, നല്ല ജീരകം. അങ്ങനെ മാറി മാറി ചിലർ തേങ്ങാക്കൊത്തിടും, തേങ്ങ അരിഞ്ഞിടും. അപ്പോൾ ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ പ്ലെയിനായിട്ട് സിമ്പിളായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. പിന്നെ ഇത് തന്നെ 2 വേർഷനുണ്ട്. ചില ആൾക്കാർ ശർക്കര, നമ്മുടെ ശർക്കരയിലാണ് ചെയ്യുന്നത്, ജാഗറി മധുരത്തിന്. പക്ഷേ ചിലർ പഞ്ചസാരയിലും ചേർന്നുണ്ട്. ഞാനിത് പഞ്ചസാരയിൽ ചെയ്തതാണ് ഞാൻ കൂടുതലും കഴിച്ചിട്ടുള്ളത്. എനിക്ക് ഇഷ്ടവും അതാണ്. ശർക്കരയിൽ ഉണ്ടാക്കുന്നത് ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ശർക്കരയിൽ ഉണ്ടാക്കിയതിനെക്കാട്ടിലും പഞ്ചസാരയിൽ ഉണ്ടാക്കുന്നതിനാണ് കൂടുതൽ സ്വാദായിട്ട് തോന്നിയിട്ടുള്ളത്. അന്ന് തൊട്ട് ഞാനത് പഞ്ചസാര ആണ് അതിൽ ഒരു മിക്സിങ്ങിന് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കാര്യമാണെങ്കിലും കുഴപ്പമില്ല. ശർക്കരയിലും ഉണ്ടാക്കി നോക്കൂ, ഒരു പ്രാവശ്യം പഞ്ചസാരയിലും ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് തോന്നും ഉണ്ണിയപ്പത്തിനും ഉള്ള കാര്യങ്ങൾ ഏകദേശം ഇങ്ങനെയല്ലേ. അപ്പോൾ നമ്മുടെ ഗോതമ്പ് ഉണ്ണിയപ്പത്തിന് എന്തായിരുന്നു, ഇതുപോലെ ഗോതമ്പ് മാവും പിന്നെ പഴമൊക്കെ അല്ലേ ചേർത്ത്. അപ്പോൾ അതുപോലെ അല്ലേ ഇതെന്ന് തോന്നും. അല്ല, വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതൽ പഴമൊക്കെ ചേർക്കും. ഇതിപ്പോൾ 5 പാളയംകോടൻ പഴം തന്നെ വേണം. അതാണ് ഏറ്റവും ടേസ്റ്റ്. അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് മിക്സിങ്ങിന് വേണ്ടത്. അപ്പോൾ 5 എണ്ണം വേണം. ഇത് ഞാൻ 1/2 കിലോ ഗോതമ്പ് മാവിലാണ് ചെയ്യുന്നത്. മൈദമാവ് മിക്സ് ചെയ്യുന്നത് കുറവാണ്. മൈദമാവിലും ചെയ്യുന്നവരുണ്ടാകാം, പക്ഷേ കൂടുതലും ഗോതമ്പ് മാവാണ് കേട്ടോ. അപ്പോൾ ഈ 5 പഴവും അതിൻ്റെ കൂടെ കറക്റ്റ് പറഞ്ഞാൽ 1/2 കിലോ ഗോതമ്പ് പൊടിക്ക്, ആട്ടയ്ക്ക് 1/4 കിലോ പഞ്ചസാര. 1/4 കിലോ പഞ്ചസാര അളന്നെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 1 കപ്പ് നല്ല കുമിച്ചെടുക്കുക, ഹീപ്ഡ് കപ്പ്. ഓക്കെ, 240 ml 250 ml ഒരു കപ്പ് എടുക്കുക നിറച്ച്. അത് കറക്റ്റായിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് അടിച്ചെടുക്കുക മിക്സിയിൽ. പഴം പ്ലസ് പഞ്ചസാര ആദ്യത്തെ കാര്യം. അപ്പോൾ കുറച്ച് ലൂസായിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളാണ് പോരാതെ വരുന്ന വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. നോക്കിയാലോ. അങ്ങനെ പാളയംകോടൻ പഴം 5 എണ്ണവും ചേർക്കാൻ പോവാണ് ഞാൻ. എന്നാലേ നമ്മൾ വിചാരിക്കുന്ന പോലെ കിട്ടുള്ളൂ. അങ്ങനെ 5 പഴവും ചേർത്തു. ഇനി പഞ്ചസാര, ഇതിനകത്തേക്ക് ഷുഗർ 1/4 കിലോ ഉണ്ട്, കറക്റ്റ് 1 കപ്പ് ഫുൾ. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം നന്നായിട്ട്. അരച്ചു നന്നായിട്ട് അരച്ചെടുത്തു. ഓക്കെ, ഇതേ അരച്ച കാര്യം റെഡി. ഇനി ഇവിടെ 1/2 കിലോ ഗോതമ്പ് മാവ് ഞാൻ അളന്നതാണ്. ഇനി വേണമെങ്കിൽ കപ്പ് അളവ് അറിയാനായിട്ട് വേണമെങ്കിൽ കപ്പിൽ തന്നെ മെഷർ ചെയ്തിടാം. അപ്പോൾ 4 കപ്പ് വരും. ഓക്കെ, 1/2 കിലോ 4 കപ്പ് അളവാണെങ്കിൽ ഇതിപ്പോൾ 240 ml കപ്പാണ്, അതിലൊരു 4 കപ്പ്. ഓക്കെ, 250 ml ആണെങ്കിൽ ചെറിയൊരു വ്യത്യാസം, അത്രേ ഉള്ളൂ, അത് കുഴപ്പമില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നോക്കിക്കോളൂ. ഇതിനകത്ത് 2 കാര്യങ്ങൾ.
സോഡാപ്പൊടി ഒരു 3/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർക്കണം. പിന്നെ വേണ്ടത് പിന്നെ ഏലക്കാപ്പൊടി, അത് 1 ടീസ്പൂൺ. ഇതിപ്പോൾ 1/2 ടീസ്പൂണുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂണും കൂടി ചേർക്കുമ്പോൾ 3/4 ടീസ്പൂണാകും. കറക്റ്റായി. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഒരല്പം ഉപ്പ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഒരു ചെറിയ മിക്സിങ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഏലക്ക പൊടിച്ചതും കൂടി ആകാം. അത് 1 ടീസ്പൂൺ. 1 ടീസ്പൂൺ നല്ല ഫ്രഷ്ലി ഗ്രൗണ്ട് ഏലക്കാപ്പൊടി, കാർഡമം. ഇപ്പോൾ പൊടിച്ചെടുത്ത പോലത്തെ. ഇനിയാണ് എന്താ ചെയ്യാൻ പോകണമെന്ന് നോക്കിക്കോളൂ. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പഴം പഞ്ചസാര മിശ്രിതം ആദ്യം ഒഴിക്കാം. എന്നിട്ട് ആദ്യം ഞാനിത് വെച്ചിട്ട് ഒരു മിക്സിങ് സ്പൂൺ വെച്ച് ആദ്യം ഒന്ന് ഞാൻ ആക്കുന്നേ ഉള്ളൂ. ഇനി ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ കുഴച്ച് തുടങ്ങാൻ പോകും. ഓക്കെ, ഇപ്പം തന്നെ ആവശ്യത്തിന് ഈർപ്പമുണ്ട്, പക്ഷേ ഇച്ചിരി കൂടെ വെള്ളം നമ്മൾ ചേർക്കും. ഒരുപാട് കട്ടിയിൽ കുഴക്കേണ്ട ആവശ്യമില്ല, ഇച്ചിരി ഒരു ലൂസായിട്ടാണിത് കുഴച്ചെടുക്കുന്നത്. എന്നാലേ ആ ഒരു ടെക്സ്ചർ നന്നായിട്ട് സോഫ്റ്റായിട്ടിരിക്കുള്ളൂ. അപ്പോൾ ഇച്ചിരി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. കുറേശ്ശെ ഒഴിക്കും, ആവശ്യാനുസരണം വെള്ളം. കുറച്ചുകൂടി വേണം. ഇപ്പോൾ ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞു. ആഹാ, ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് പഴത്തിൻ്റെ. ആഹാ, നല്ലൊരു മണം. പഴം അതിൻ്റെ ഏലക്ക, അതിൻ്റെ ഒരു മിക്സ്ഡ് മണം. ഒരല്പം കൂടി ആകാം. അപ്പം ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്ന പോലെയല്ല, കുറച്ചുകൂടി ലൂസാക്കണം കേട്ടോ. ചിലരെല്ലാം ഒരുപാട് ലൂസാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഒരുപാട് അത്രത്തോളം ഇല്ലെങ്കിലും ഇച്ചിരി കൂടെ വേണം. ഇപ്പം ഞാൻ എല്ലാം കൂടി 1 കപ്പ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞു. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതിന് ഒരു 2 മണിക്കൂർ കഴിഞ്ഞേ ഉണ്ടാക്കുകയുള്ളൂ. ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പോരാത്ത വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കേണ്ടി വരികയാണെങ്കിൽ ചേർക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും മാവ് കുഴച്ച് കഴിഞ്ഞു. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി 2 മണിക്കൂറാണ് വെയിറ്റിംഗ് ടൈം. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് നോക്കിക്കോളൂ. വെയിറ്റ് ചെയ്യാനായിട്ട് 2 മണിക്കൂർ. ആ സമയം കൊണ്ട് ഞാൻ വേറൊരു ഐറ്റം ഉണ്ടാക്കും, ഡ്രസ്സൊന്ന് മാറിയിട്ട്. ഇന്ന് കംപ്ലീറ്റ് ഷൂട്ടിംഗ് ഡേ ആണ്. അപ്പോൾ മറ്റൊരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 2 മണിക്കൂറാവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഈ ഉടുപ്പെടുത്തിട്ട് വന്നിട്ട് ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് 2 എപ്പിസോഡായിട്ടല്ലേ കാണുന്നത്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ അത് 2 വ്ളോഗായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ കൈയൊക്കെ കഴുകിയിട്ട് വരാം. ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഓക്കെ, നമ്മുടെ പഴക്കേക്ക് അഥവാ ബോണ്ട, അതിൻ്റെ മാവ് നമ്മൾ കുഴച്ച് വെച്ചത് 2 hours കഴിഞ്ഞ്. 2 എന്നുള്ളത് 3 മണിക്കൂറായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അത് നല്ലതായിട്ട് പൊലിച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇച്ചിരി ലൂസാക്കിയാണ് ചെയ്തിരിക്കുന്നത്, പക്ഷേ ഭയങ്കര ലൂസല്ല, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, ഇനി ഒരു കാര്യം, എണ്ണയും കൂടി ചൂടാക്കാൻ വയ്ക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ അങ്ങനെ, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ, സൺഫ്ലവർ ഓയിലാകാം, റൈസ് ബ്രാൻ ഓയിലാകാം, എങ്ങനത്താണെങ്കിലും കുഴപ്പമില്ല. റേപ്പ് സീഡ് ഓയിൽ. അപ്പോൾ ഈ അടുപ്പിൽ ഞാൻ ചൂടാക്കാൻ വെച്ചിരുന്ന എണ്ണ ഇപ്പോൾ ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി. കാര്യം നല്ല ചൂടായി കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ തീയിലിടണം. അപ്പോൾ ഈ അടുപ്പിൽ ആണ് ബെറ്റർ തീ എനിക്ക് തോന്നി. പിന്നെ നമ്മളിത് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിത് കുഴച്ച് വെച്ചിരുന്നത്. ഒരല്പം കൂടി വെള്ളം വേണ്ടി വരും നമുക്കിനി ഉരുട്ടിയിടുന്ന സമയത്ത്. നോക്കിക്കോളൂ, ഞാൻ വീണ്ടും ഒരു 1/2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കാം. അപ്പോൾ ഇനി ഒരല്പം വെള്ളം കൂടി ഒഴിക്കാം. എന്നിട്ട് കുറച്ചുകൂടി ലൂസാക്കിയാൽ നമ്മുടെ ബോണ്ട അഥവാ പഴക്കേക്ക് കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ ഉള്ളു നല്ല വേഗവും വേണം, പുറം ഭാഗം നല്ല ഡാർക്ക് ബ്രൗൺ ആവുകയും വേണം. അതാണ് അതിൻ്റെ ഒരു പാകം. നമുക്ക് കയ്യിൽ നിന്ന് ഇങ്ങനെ തെന്നി വീഴാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പാകത്തിലേക്ക് ഞാൻ മിക്സ് ചെയ്യാം. ഒരുപാട് ഹാർഡായിട്ടല്ല, കുറച്ചുകൂടെ ഇങ്ങനെ പിച്ചിയെടുത്ത് ഇടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം വീണ്ടും ഞാനൊരു 1/4 കപ്പോളം വെള്ളം ഒഴിക്കുന്നു. ഇച്ചിരി കൂടെ ലൂസായി കണ്ടല്ലോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഞാൻ മാവിനെ മാറ്റി.
അപ്പോൾ എണ്ണ നല്ല ചൂടായി കിടക്കുകയാണ്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കിക്കോളൂ. ഞാൻ കൈ ഒരല്പം വെള്ളത്തിൽ, ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളവും കൂടി കൊണ്ടുവയ്ക്കുന്നത് നല്ലതായിരിക്കും. വെള്ളത്തിലൊന്ന് കൈ മുക്കിയിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്നു. കൈ ഒന്ന് നനച്ചിട്ട്, കണ്ടില്ലേ ശതമാനം ഉണ്ടല്ലോ, എന്നിട്ടൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുക്കാം. എന്നിട്ടിങ്ങനെ ഒരു റൗണ്ട് ഷേപ്പായിട്ട് നമ്മളിങ്ങനെ ഉരുട്ടുന്നു. ഓക്കെ, എന്നിട്ട് എണ്ണയിലേക്ക് ഇടാം, ചൂടെണ്ണയിലേക്ക്. ഇങ്ങനെ ഓരോരോ ഉരുളയായിട്ട് നമുക്ക് അതിലേക്ക് ഇടാം. അങ്ങനെ നമ്മളുടെ പഴക്കേക്ക് അഥവാ ബോണ്ട ഇങ്ങനെ ഞാൻ ഇട്ട സൈസിനെക്കാട്ടിൽ കുറേ കൂടി വലുതായില്ലേ, അത് സ്വന്തമായിട്ട് ഇങ്ങനെ വലുതായി ഇങ്ങനെ ആ ഷേപ്പിലായി വരുന്നുണ്ട്. ഇനി ഒന്ന് നല്ലതായിട്ട് മൊരിയണം, നല്ല ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ. വേണമെങ്കിൽ ഇനി ഇടാനുള്ള സ്പേസ് ഉണ്ട്. ഞാനിപ്പോൾ ആദ്യം ഇത്ര ഇട്ടുള്ളൂ. ഇനി അടുത്ത സെറ്റിൽ ഇനി 2 പ്രാവശ്യമായിട്ട് വറുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ടാണ് നമ്മൾ വറുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു നന്നായിട്ട് ഉള്ളൊക്കെ വെന്തിട്ട് ചെറുതായിട്ട് ബ്രൗണായി തുടങ്ങിയതിന് ശേഷം നമുക്ക് തീ വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. ഓക്കെ, അത് മതി. ചെറുതായി കളറൊക്കെ മാറി തുടങ്ങുന്നു, ആയിട്ടില്ല. ഉള്ളൊക്കെ നല്ല വേഗട്ടെ, നല്ല സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ. ഇപ്പോൾ ദേ കുറച്ച് കളറൊക്കെ നന്നായി ഒരു ഗോൾഡൻ ബ്രൗൺ ആയിക്കൊണ്ടിരിക്കുന്നു. ഉള്ളൊക്കെ വെന്തു, കാണുന്നുണ്ടല്ലോ ഷേപ്പ്. നമ്മുടെ ഉണ്ടാമ്പൊരി അഥവാ എന്താണ്, പഴക്കേക്ക് അല്ലെങ്കിൽ ബോണ്ട, ഏത് പേര് വേണമെങ്കിലും വിളിക്കാം. ഇച്ചിരി കൂടെ കളർ ഡാർക്കായിക്കോട്ടെ, പക്ഷേ ഇരുന്നൊരു മൂക്കലുണ്ട്, അത് മനസ്സിൽ കാണണം. എങ്കിലും ഒരല്പം കൂടി ആയിക്കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഒരു എപ്പോഴും കാണുന്നൊരു കളർ. അതല്ലേ, നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും എടുക്കാം, ഈ ഒരു സ്റ്റേജിലും എടുക്കാം. പക്ഷേ ചിലർക്ക് കുറച്ചുകൂടി മൊരിയണം. ഇതൊക്കെ വേണ്ട മൊരിഞ്ഞ് കഴിഞ്ഞു ഓൾമോസ്റ്റ്. വലിയ ഗുലാബ് ജാം പോലെ ഇരിക്കുന്നതല്ലേ, ബിഗ് ഗുലാബ് ജാമുൻ. നമുക്കപ്പോൾ ഒന്ന് എടുത്തു തുടങ്ങാം. ഞാനൊരു ടിഷ്യൂ വെച്ചിരിക്കുന്നേ ഉള്ളൂ, കുഴപ്പമില്ല. ഇത് എണ്ണ കുടിക്കുമൊന്നുമില്ല, എങ്കിൽ അതിൽ പറ്റിയിരിക്കുന്ന എണ്ണ ഒപ്പിയെടുക്കാനായിട്ട്. അങ്ങനെ ആദ്യത്തെ 8 പഴക്കേക്കും അതായത് ബോണ്ടയും നമ്മൾ എടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇനി ബാക്കിയും കൂടി ഉരുട്ടിയിടാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 16 എണ്ണം ടോട്ടൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ അളവിൽ നിന്ന്. അത് അത്യാവശ്യം വലിപ്പത്തിലുള്ള പഴക്കേക്ക് അഥവാ ഉണ്ടാമ്പൊരി. ഓക്കെ, അപ്പോൾ ഇനി അതും സ്ലോ ഫയറിൽ കിടക്കുകയാണ്, ചെറിയ തീയിൽ കിടന്ന് റെഡി ആവട്ടെ. ആദ്യത്തെ സെറ്റ് കംപ്ലീറ്റ് അതിൻ്റെ എണ്ണയെല്ലാം മാറി നല്ല സെറ്റപ്പായിരിക്കണം. അപ്പോൾ അതിനെ ഇതിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളത് വറുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ വയ്ക്കാം. ആദ്യം ഇതിൽ പേപ്പർ ഇട്ടതിൽ വയ്ക്കാം, നമുക്ക് ടിഷ്യൂവിൽ എണ്ണയെല്ലാം മാറിയിട്ട് ഇങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ രണ്ടാമതിട്ടതും റെഡിയായി കഴിഞ്ഞു. ഇനി അതും ഇതുപോലെ തന്നെ എണ്ണയിൽ നിന്ന് മാറ്റാം. അങ്ങനെ സെക്കൻഡ് ലോട്ടും റെഡി. അപ്പോൾ ഇത് എല്ലാം കൂടി ചേർത്ത് ഞാനൊരു അളവ് പറഞ്ഞല്ലോ, 18 എണ്ണം കിട്ടും, ഇച്ചിരി വലിപ്പത്തിലുള്ളതാണെങ്കിൽ. പിന്നെ ഇതിനെക്കാട്ടി ചെറുതാക്കുകയാണെങ്കിൽ കൂടുതൽ എണ്ണം കിട്ടും. പിന്നെ രണ്ടാമത്തെ കാര്യം, പല രീതിയിലാണ് ആൾക്കാർ പലരും ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, തേങ്ങ അരിഞ്ഞിടുന്നവരുണ്ട്, പിന്നെ ജീരകം ഇടുന്നവരുണ്ട്, കപ്പലണ്ടി ഇടുന്ന ആൾക്കാരുണ്ട്, പിന്നെ ഇതിൽ കളർ ചേർക്കുന്ന ആൾക്കാരുണ്ട്, ഉള്ളിൽ യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട്. പിന്നെ ശർക്കരയിലാണ് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നത്, പക്ഷേ പഞ്ചസാരയിൽ ചെയ്യുന്നവരുണ്ട്. ബിറ്റ്വീൻ ദ ടു ഞാൻ രണ്ടും ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കൂടുതലിഷ്ടം പഞ്ചസാരയിൽ ചെയ്യുന്നതാണ്.
പിന്നെ എന്താ പറയണ്ടേ ഇതിനെക്കുറിച്ച്? പിന്നെ അളവൊക്കെ കറക്റ്റ് ഓർമ്മിക്കുക. ഒരുപാട് ആൾക്കാർ കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കുന്ന രീതിയുണ്ട്, കൈക്കകത്തോടെ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടാനായിട്ട്. പക്ഷേ അത്രയും ലൂസ് ആയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മൾക്ക് ഞാനിപ്പോൾ കാണിച്ചല്ലോ 1.25 കപ്പ് വെള്ളം. അപ്പോൾ നമുക്ക് കയ്യിൽ വെള്ളം നനച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ഇടാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അങ്ങനെയും ചെയ്യാം, ഷേപ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിതെല്ലാം കൂടി ചേർത്തൊന്ന് അടുക്കാൻ പോവാണേ. നമ്മളൊരു കാര്യം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ. ഒരു കുഴപ്പമില്ല, ഹാപ്പിയാണ്. നൈസ്. ഇനിയാണ് ടേസ്റ്റിങ്. എൻ്റെ ഫേവററ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഏതെടുക്കണം അധികം ചൂടില്ലാത്ത എടുക്കുക അല്ലേ, ആദ്യത്തെ ലോട്ടിൽ നിന്ന്. കാണിച്ചു തരട്ടെ? ഓക്കെ, നോക്കിക്കോളൂ. ഇനി ഇത് മുറിക്കുന്നത് കാണിച്ചു തരാം. ദേ നോക്കിക്കോളൂ, ഉള്ളെല്ലാം ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇറ്റ് ഈസ് സ്പോഞ്ചി, നൈസ്, സോഫ്റ്റാണ്. കണ്ടോ, സോഫ്റ്റാണ്. അറ്റ് ദ സെയിം ടൈം പുറം ഭാഗം ക്രിസ്പിയുമാണ്. ഇതാണ് വേണ്ടത് നമുക്ക്. ഓക്കെ, ഇനി കഴിക്കാമല്ലേ? മൈ ഫേവററ്റ്. ആഹാ, പുറമേ കരിക്കരിപ്പും ഉള്ള സോഫ്റ്റും സ്പോഞ്ചിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഞാൻ 1-2 ഒക്കെ കഴിക്കാറുണ്ട് വൈകുന്നേരമൊക്കെ. ഇഷ്ടമുള്ള സാധനം ആയതുകൊണ്ട് മൈ ഫേവററ്റ്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഇന്ന് വെറുതെ പറയുന്നില്ല, നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ മനസ്സിലാവും. എക്സലൻറ്റ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം തീയുടെ ക്രമീകരണം. എണ്ണ നല്ല ചൂടാക്കിയിട്ട് പിന്നെ ചെറിയ തീയിലേക്ക് ഇടുക. എന്നിട്ട് അതൊന്ന് ഡൗൺ ആയി കഴിഞ്ഞിട്ട് മാത്രം, ഇട്ട ഉടനെ ഇടരുത്. ചെറിയ തീയിലിട്ട് വീണ്ടും ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, ഒന്ന് ചൂട് കുറയാനായിട്ട്. എന്നിട്ട് നമ്മൾ ഉരുട്ടി ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു 1/4 ഭാഗം, ഒരു പകുതി ഭാഗം വരെ ആയി നല്ല പൊള്ളി വന്ന് ഇങ്ങനെ ചെറുതായിട്ട് നിറം മാറി വരുന്നത് വരെ ഉള്ളു വേകാനുള്ള സമയമാണ്. അത് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് കൊടുക്കുക. പിന്നെ മീഡിയം ഫ്ലെയിം തന്നെ മതി ത്രൂ ഔട്ട്. അവസാനം ഈ കളറാകുമ്പോൾ എടുക്കണം, ഏകദേശം ഈ കളറ്. കാര്യം 200 മൂക്കലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട്. അപ്പോൾ ഗോതമ്പ് മാവിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ സന്തോഷം. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെന്താ, നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തരിക, പിന്നെ ഒരു കമൻറ്റ് ഇടുക, പിന്നെന്താ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.